അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി കല്ലത ഹീലതി അദ്രികിനി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ വാക്കുകൾ, പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അഥവാ മുഹറം 10 നമ്മൾ ഓർക്കേണ്ടുന്ന, നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നത്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം, നിങ്ങളൊക്കത് ഷെയർ ചെയ്യുകയും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ശത്രുവായിരുന്നു, വലിയ അഹങ്കാരിയായിരുന്നു ഫറോവ. റാംസസ് രണ്ടാമൻ എന്നുള്ള പേരിൽ അറിയപ്പെട്ട ഫറോവ വലിയ അഹങ്കാരിയും ധിക്കാരിയുമാണ് എന്ന് മാത്രമല്ല, ഫറോവയെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഫിർഔന ദിൽ ഔതാദ് എന്നാണ്. ആളുകളെ ആണി തറച്ച് ഉപദ്രവിച്ചിരുന്നു ഫിറോൻ. അങ്ങനെയാണ് ആളുകളെ ശിക്ഷിച്ചിരുന്നത്. പച്ചയിൽ ജീവനോടെ ആളുകളെ ചെയ്തിരുന്ന ക്രൂരമായ ഒരു പീഡനം. മാത്രമല്ല, ഫറോവ പറഞ്ഞു അന റബ്ബുക്കുമുൽ അല, ഞാനാണ് ഉന്നതനായ റബ്ബ് എന്ന ധിക്കാരത്തോടെ, അഹങ്കാരത്തോടെ പറഞ്ഞ ഫറോവയെ അള്ളാഹു തആല ചെങ്കടലിൽ മുക്കിക്കൊന്നു എന്നുള്ളതാണ് ചരിത്രം. സൂറത്തു യൂനുസിൻ്റെ 90, 91, 92 ആയത്ത് അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. വജാവസ്നാ ബിബനി ഇസ്രായീൽ അൽ-ബഹർ ഫഅത്ബഅഹും ഫിർഔൻ വജുനൂദുഹു ബഗ്യൻ വഅദ്വ ഹത്താ ഇദാ അദ്റകഹു അൽ-ഗർഖ് ഖാല ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ല അല്ലദീ ആമനതു ബി ബനു ഇസ്രായീല വഅന മിനൽ മുസ്ലിമീൻ. നോക്കൂ, നിങ്ങൾ എത്ര സുന്ദരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ വിഷയം പറയുന്നത്. അഥവാ മൂസാ നബി അലൈഹി സ്വലാം അനുയായികളും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ചെങ്കടൽ കടന്ന് മറുകരയിലേക്ക് യാത്ര പോവുകയാണ്. ആ ഒരു സമയത്ത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ വടി കൊണ്ട് ചെങ്കടൽ അടിച്ചപ്പോൾ ആ ചെങ്കടൽ റോഡ് പോലെ പിളർന്നു എന്നാണ്. അതിലൂടെ സുഖസുന്ദരമായി മഹാനായ മൂസാ നബി അലൈഹി സ്വലാം അനുയായികളും പോയി. ഇത് അവർ പുറപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഫറോവയും അനുയായികളും അവരെ പിന്തുടർന്ന് അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ പിശാജാണ് അവർക്ക് ആവേശം കൊടുത്തത്. അങ്ങനെ പിശാജ് ചെങ്കടലിൽ ഒരു റോഡ് പോലെ കാണുന്ന ഫറോവ മൂസാ നബി അലൈഹി സ്വലാം പോയ സമയത്ത് ചെങ്കടലിൽ കൂടുകയാണ്. പക്ഷെ അതിൻ്റെ മുമ്പ് ഫറോവ ഈ റോഡ് ഇങ്ങനെ കണ്ടപ്പോൾ പിശാജ് ഫറോവയെ പ്രോത്സാഹിപ്പിച്ചു. അപ്പം അങ്ങനെ ഫറോവ അതിലേക്ക് ഇറങ്ങി. പക്ഷേ ഫറോവയും അനുയായികളും ആ ചെങ്കടലിൽ ഇറങ്ങിയപ്പോൾ അത് ആ റോഡൊക്കെ മാറി വെള്ളം ചെങ്കടലിലെ സാധാരണ പോലെ വെള്ളം ഇങ്ങനെ കൂടി ആ ആഴമുള്ള ചെങ്കടലിൽ ഫറോവ മുങ്ങി നശിച്ചു, അനുയായികളും. ഖുർആൻ അതാണ് പറഞ്ഞത്. പക്ഷേ ഫറോവ മുങ്ങി നശിക്കാനൊരുങ്ങുമ്പോൾ ഫറോവ പറഞ്ഞത് ഖുർആൻ പറയുന്നു, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബി ബനു ഇസ്രായീൽ. ബനു ഇസ്രായേലുകൾ വിശ്വസിച്ച ആ ഏകനായ റബ്ബിനെ കൊണ്ട് ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. വാന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ് എന്ന് ഫറോവ പറഞ്ഞു. പക്ഷേ ഫറോവയുടെ വിശ്വാസം അള്ളാഹു തള്ളുകയാണ്. ഖുർആൻ പറയുന്നു, അൽ ആൻ വഖദ് അസൈത ഖബ്ലു വകുൻത മിനൽ മുഫ്സിദീൻ. അള്ളാഹു പറയാണ്. പക്ഷെ അള്ളാഹു ഒരു കാര്യം ഫറോവയെ കുറിച്ച് പറഞ്ഞു, ഫല്യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. ഇന്നത്തെ ദിവസം ഫറോവ, നിന്റെ ശരീരം ഞാൻ സംരക്ഷിക്കും, രക്ഷപ്പെടുത്തും. എന്തിന്? ലിതകൂന ലിമൻ ഖൽഫക ആയ, നിന്റെ ശേഷം വരുന്ന ആളുകൾക്ക് ഒരു ദൃഷ്ടാന്തമാകുന്നതിന് വേണ്ടി. വഇന്ന കസീറൻ മിനന്നാസി അൻ ആയാതിന ലഗാഫിലുൻ. പക്ഷേ അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് പല ആളുകളും അശ്രദ്ധരായതുകൊണ്ടാണ് ഈ കാര്യം ഗൗരവമായി ശത്രുക്കളായ ആളുകൾ തിരിച്ചറിയാത്തത്, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാത്തത്. പ്രിയപ്പെട്ടവരെ, ഒരു അക്രമിയെ, ഒരു അഹങ്കാരിയെ അള്ളാഹു തആല ശിക്ഷിച്ച രൂപമാണ്.
അങ്ങനെ ഫറോവയുടെ ശരീരം അല്ലാഹ് രക്ഷപ്പെടുത്തി എന്നുള്ളത് ഖുർആൻ പറയാണല്ലോ. അന്ത്യനാൾ വരെ ഫറോവയുടെ ശരീരം, ഫറോവയുടെ ജഡം ഈ ഭൂമി ലോകത്ത് ജനങ്ങൾ കാണുമെന്നുള്ളത് ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. എന്നാൽ 3000 അതിനുശേഷം ഫറോവ മുങ്ങി നശിക്കുന്നത് തന്നെ BC 1235-ലാണ്. 1235 ഫറോവ മുങ്ങി നശിക്കുന്നത്. ആ ഫറോവയുടെ ജഡം ഇന്ന് ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ 202 സെൻറ്റിമീറ്റർ നീളമുള്ള ആ ഫറോവയുടെ ശരീരം ഇന്ന് ഈജിപ്തിലെ ആ റോയൽ മമ്മി ഹാളിൽ അവിടുത്തെ ഒരു ഗ്ലാസ് പെട്ടിയിൽ അവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. കണ്ടവരൊക്കെ പറയുന്നുണ്ട്, കാണാവുന്നതുമാണ്. പ്രിയപ്പെട്ടവരെ, ആ ഫറോവയുടെ മൃതശരീരം BC 1235 മുങ്ങി മരിച്ച ഫിറോൻ, ആ ഫിറോനിൻ്റെ ശരീരം 3000 കൊല്ലം കടലിൽ കിടന്നിട്ട് 1881 അത് പുറത്തെടുക്കുന്നത്. എന്ന് മാത്രമല്ല, ആ ഫറോവയുടെ ജഡം പുറത്തെടുത്ത് ഫറോവയുടേതാണെന്ന് മനസ്സിലാക്കുക വഴി അത് അവർ സംരക്ഷിച്ചു വരുന്നു, അവർ അവിടെ സൂക്ഷിച്ചു വരുന്നു ആളുകൾക്ക് കാണാൻ വേണ്ടി. വളരെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഫറോവയുടെ ജഡം പോലത്തെ കുറേ ജഡങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ അതൊക്കെ മരുന്ന് പുരട്ടി അവിടെ കുടലുകളൊക്കെ ശുദ്ധീകരിച്ച് എല്ലാം നീക്കം ചെയ്ത് ഒരു മരുന്ന് പുരട്ടി അവിടെ മമ്മിയായി സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഫറോവയുടെ ജഡം മമ്മിയല്ല എന്ന് ഇവിടെ വ്യക്തമാണ്. ആ ഫറോവയുടെ ശരീരം, അതുപോലത്തെ ആ ഒരു മൃതശരീരം അവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ആ ഫറോവയുടെ ജഡം അത് റിസർച്ച് ചെയ്തുകൊണ്ട്, അതിനെക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ട് ഫ്രഞ്ച് പണ്ഡിതനായ ഈജിപ്തിലെ ഒരുപാട് റിസർച്ച് നടത്തിയ മോറിസ് ബുക്കായി എന്ന് പറയുന്ന ഒരു വലിയ ചരിത്രകാരനും വലിയ ബുദ്ധിജീവിയുമായ അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാൻ കാരണമായത് ഫറോവയുടെ ജഡം അത് റിസർച്ച് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആനിൽ 25ഓളം സ്ഥലങ്ങളിൽ ഫിർഔൻ എന്ന് സൂചിപ്പിക്കപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ശത്രുവായ, എന്തിനേറെ പറയുന്ന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ നബിമാർക്കും ഒരു ഫറോവയുണ്ടായതുപോലെ എൻ്റെ ശത്രുവായ ഫറോവ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിൻ്റെ ശത്രുവിനെ പരിചയപ്പെടുത്തുന്നത് പോലും ഫറോവയുടെ പേര് പറഞ്ഞിട്ടാണെങ്കിൽ ആ ഫറോവയുടെ അക്രമവും ആ ഫറോവയുടെ അനീതിയും ആ ഫറോവയുടെ അഹങ്കാരവും എത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫറോവ മുങ്ങി നശിച്ചിരിക്കുകയാണ്. ചെങ്കടലിൽ ഫറോവ മുങ്ങി നശിച്ചു എന്നതിൻ്റെ തെളിവ് വിശുദ്ധ ഖുർആൻ 3 ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ഖസസിൻ്റെ 40-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഫഅഖദ്നാഹു വജുനൂദഹു ഫനബദ്നാഹും ഫിൽ യം ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ ളാലിമീൻ. എത്ര സുന്ദരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു വിഷയം പറയുന്നത്. കടലിൽ എറിയപ്പെട്ടു, കടലിൽ മുങ്ങി ഫിർഔൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്ന പോലെ സൂറത്ത് ഇസ്രായിൻ്റെ 103-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, فأراد أن يستفزهم من الأرض فأغرقناه ومن معه جميعا. ഫറോവയെ നമ്മൾ മുക്കിക്കൊന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ സൂറത്ത് സുഹ്റുഫിൻ്റെ 55-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഫലമ്മാ ആസഫൂനാ ഇന്തഖംനാ മിൻഹും ഫഅഗ്റഖ്നാഹും അജ്മഈൻ. ഫറോവയെയും അവൻ്റെ അനുയായികളെയും മുക്കിക്കൊന്നു എന്ന് ഖുർആൻ ഇവിടെ വ്യക്തമായി നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫറോവ ഇസ്രായേലിലെ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കുടുംബാംഗങ്ങളെ ആക്രമിച്ചതിന്, അവരുപദ്രവിച്ചതിന് കയ്യും കണക്കുമില്ല. എന്ന് മാത്രമല്ല, ഒരു സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ അത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കുടുംബത്തിൽ ഇസ്രായേൽ ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും ഫറോവ വധിച്ചു കളയാൻ പട്ടാളക്കാർക്ക് ഓർഡർ
ഓടുകയും ആ ഓർഡർ നടപ്പാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ജനനം എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അങ്ങനെ ആ ഫറോവയുടെ മുമ്പിൽ മൂസാ നബി അലൈഹി സ്വലാം എന്ന കുട്ടിയെ കൊണ്ടുവരപ്പെടുകയും ആ കുട്ടിയെ ആ ഫറോവ തന്നെയാണ്, ഫറോവയുടെ കൊട്ടാരത്തിൽ ഫറോവയുടെ ചെലവിൽ തന്നെയാണ് ആ കുട്ടിയെ മുലപ്പാൽ കൊടുത്ത് സംരക്ഷിക്കപ്പെട്ടുവെങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഫറോവ മൂസാ നബി അലൈഹി സ്വലാമിയും ഫറോവയെ ഒരുപാട് ഉപദേശിച്ചു, ഒരുപാട് നല്ല മാർഗത്തിലേക്ക് ഒരുപാട് പ്രാവശ്യം ക്ഷണിച്ചുവെങ്കിലും ഫറോ വരാൻ തയ്യാറായില്ലെങ്കിലും ഫറോവയുടെ ഭാര്യയായ ആസിയ റളിയല്ലാഹു അൻഹ ആ മൂസാ നബി അലൈഹി സ്വലാമിനെ കൊണ്ട് വിശ്വസിച്ചു എന്ന് മാത്രമല്ല, അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും, അവർ സ്വർഗ സ്ത്രീയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവരുടെ പ്രാർത്ഥന ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആലോചിക്കണം, അക്രമിയും അഹങ്കാരിയുമായ ആ ഫറോവയെ മുക്കിക്കൊന്ന് ആ ഫറോവയെ നശിപ്പിച്ച മാത്രമല്ല മൂസാ നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയ ഒരു ദിവസമായ ഈ മുഹറം 10 ജൂതന്മാർ പോലും നോമ്പെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ചെന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യവും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ നോമ്പെടുക്കുന്നത്? അവർ പറഞ്ഞു, ഞങ്ങളെ മൂസാ നബി അലൈഹി സ്വലാമിനെ രക്ഷപ്പെടുത്തുകയും ഫറോവയെ മുക്കിക്കൊല്ലുകയും ചെയ്ത ദിവസമായതുകൊണ്ട് ഞങ്ങളൊരു സന്തോഷത്തോടെ നോമ്പെടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, മൂസാ നബിയോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നമ്മളാ. അതുകൊണ്ട് നാം അടുത്ത കൊല്ലം ലൈൻ ബഖീതു ഇലാ ഖാബിലിൻ, ഞാൻ അടുത്ത കൊല്ലം ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഞാൻ മുഹറം 9 കൂടെ ഞാൻ നോമ്പെടുക്കുമെന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവർ, എത്ര സുന്ദരമായ ഒരു ആശയമാണ്, എത്ര സുന്ദരമായ ഒരു വളരെ ഏറ്റവും ചിന്തിക്കേണ്ടുന്ന ഒരു ചരിത്രമല്ലേ ഇത്. അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് അള്ളാഹു അനുഗ്രഹം ചെയ്യട്ടെ. പുണ്യമായ ദിവസങ്ങളിലുള്ള പ്രാർത്ഥനകളിൽ നിങ്ങളൊക്കെ വിനീതനായ എന്നെ ഉൾപ്പെടുത്തണമെന്ന വിനയത്തോടെ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ ദുആകളിൽ പെടുത്തണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.